നമസ്കാരം. മാത് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഐഡന്റിറ്റീസുമായി ബന്ധപ്പെട്ട ചർച്ച കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2x + y × 3u + 2v. ഇവിടെ നമ്മുടെ കയ്യിൽ രണ്ട് ടേംസ് ഉണ്ട്. 2x + y-യും 3u + 2v-യും. ഈ രണ്ട് ടേംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ചെയ്ത അതേ ഐഡന്റിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതിലെ ഫസ്റ്റ് ടേമുമായി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടുത്തെ ഫസ്റ്റ് ടേം ഇവിടുത്തെ സെക്കൻഡ് ടേമുമായി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സെക്കൻഡ് ടേം ഇവിടുത്തെ ഫസ്റ്റ് ടേമുമായിട്ടും ഇവിടുത്തെ സെക്കൻഡ് ടേം ഇവിടുത്തെ സെക്കൻഡ് ടേമുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് 2x × 3u 2x × 3u + 2x × 2v + y × 3u + y × 2v എന്ന് കിട്ടുന്നു. ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെയുള്ള ന്യൂമറിക്കൽ പാർട്ടുകൾ നമ്മൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3 × 2 അതായത് 6xu + 2 × 2 4xv + ഇവിടെ 3 മാത്രമേ ഉള്ളൂ 3uy അല്ലെങ്കിൽ 3yu + 2yv എന്ന് കിട്ടുന്നു. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. p + q × 2m + 3n. ഇവിടെ ഇതേപോലെ ഓരോ ടേം ബൈ ടേം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. 2pm + 3qn + 2qm + 3qn എന്ന് കിട്ടുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ x + 3y × 2a - b ആണ്. 2a - b ആണ്. അപ്പം കുറച്ച് ശ്രദ്ധിക്കണം. ആദ്യം എക്സിനെ 2a-യുമായി മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം എക്സിനെ -b-യുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൊത്തം ഈ ടേമും കൂടി ഈ സൈനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അതുപോലെ 3y × 2a 3y × -b ഈ സിമ്പിളൂടെ കൺസിഡർ ചെയ്യണം. അപ്പം എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. 2ax ഇനി എക്സും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് bx എന്ന് കിട്ടുന്നു. ഇവിടെ എക്സിൻ്റെ സൈന് പോസിറ്റീവ് ആണ്, പക്ഷെ ബിയുടെ സൈന് നെഗറ്റീവ് ആണ്. സോ പ്ലസ് ഇൻറ്റു മൈനസ് നമുക്ക് മൈനസ് കിട്ടുന്നു. -bx പ്ലസ് ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3 × 2 6 കിട്ടി ay. ഇനി അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം 3y × b ചെയ്യുക. അപ്പം 3by എന്ന് കിട്ടി, അല്ലെങ്കിൽ 3yb. അത് ഏത് ഓർഡറിൽ എഴുതിയാലും കുഴപ്പമില്ല. അതിനുശേഷം ഇവിടെ സിമ്പിൾസ് ശ്രദ്ധിക്കണം. 3yയുടെ സൈന് പ്ലസും ബിയുടെ സൈന് മൈനസുമാണ്. പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ മൈനസ് ആണ് വരുന്നത്. സോ ദ ആൻസർ ഈസ് 2ax - bx + 6ay - 3by. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ജനറൽ ആയിട്ടുള്ള ആൽജിബ്രൈക് എക്സ്പ്രഷൻസ് കിട്ടുന്നു. അതിനുവേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. y + 1 × x + 1. ഇവിടെ നമ്മൾ ഐഡന്റിറ്റി യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് yx + y + x + 1. അതായത് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഈ രണ്ട് നമ്പേഴ്സിനെയും നമ്മൾ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പം +1
+1 എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. ഉദാഹരണത്തിന് 21 ഇൻറ്റു 31 ചെയ്യണമെങ്കിൽ 21നെ നമുക്ക് 20 + 1 എന്നും 31നെ നമുക്ക് 30 + 1 എന്നും എഴുതാം. അത്തരം നമ്പേഴ്സിനാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പം അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം 21 ഇൻറ്റു 31 ആണെങ്കിൽ 21 ഇൻറ്റു 31 ആണെങ്കിൽ ആദ്യം ഇവിടുത്തെ 20യെയും 30യെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനോട് 20യും 30യും ആഡ് ചെയ്യുക, പിന്നെ 1 കൂടി കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നു. ഇനി ഈ 1നെ നമുക്ക് 1² ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇതെന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. ഇനി അടുത്ത നോക്കാം. y + 2 ടൈംസ് x + 2. നേരത്തെ 21 ഇൻറ്റു 31 ആണ് ചെയ്തത്. ഇനി അതുപോലെ 22 ഇൻറ്റു 32 ആണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 42 ഇൻറ്റു 52 ആണ് ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ നമുക്ക് 40 + 2 ടൈംസ് 50 + 2 അങ്ങനെ ഒരു +2 രണ്ട് കൂട്ടി കിട്ടുന്ന രീതിയിൽ സംസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് yx + 2y + 2x + 4 എന്ന് കിട്ടുന്നു. അതായത് 22 ഇൻറ്റു 32 ആണെങ്കിൽ 20നെയും 30നെയും മൾട്ടിപ്ലൈ ചെയ്യുക, അതിനോട് 2 ടൈംസ് 20യും 2 ടൈംസ് 30യും ആഡ് ചെയ്തിട്ട് 4 ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആൽജിബ്രൈക് എക്സ്പ്രഷൻ ആണ് ഇത്. 4ന് പകരം നമുക്ക് 2² എന്ന് എഴുതാൻ പറ്റും. ഇനി ഇൻ ജനറൽ y + a ടൈംസ് x + a എന്താണ് എന്ന് നോക്കാം. y + a ടൈംസ് x + a. ഒരു 45 ഇൻറ്റു 85 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഈ ഒരു ഓൾജിബ്രൈക് ഫോമിൻ്റെ എക്സ്പ്രഷൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. 45 ഇൻറ്റു 85 ആണെങ്കിൽ 45നെ നമുക്ക് 40 + 5 എന്നും 85നെ 80 + 5 എന്നും എഴുതാം. അപ്പം ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 40നെയും 80നെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം 5 ടൈംസ് 40യും 5 ടൈംസ് 80യും കണ്ടുപിടിച്ച് ഇതിനോട് ആഡ് ചെയ്യുന്നു. ഇതിനോട് നമുക്ക് 5ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തിനാണ് ഇവിടെ 4നെ നമ്മൾ 2² എന്നും 1നെ 1² എന്നും എക്സ്പ്രസ് ചെയ്തത്. ഇതുപോലെ ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഈ ഐഡന്റിറ്റിയിൽ നിന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത കാര്യങ്ങളാണ്. ഇത് 8th സ്റ്റാൻഡേർഡ് SCERT മാത്സ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണ്. ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മറ്റ് ഐഡന്റിറ്റീസ് ഡിറൈവ് ചെയ്യാൻ പഠിക്കുന്നത്. നമുക്ക് അത് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഇനി ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നിർത്താം. 505 ടൈംസ് 35. ഇവിടെ നമുക്ക് 505നെ 500 + 5 എന്നും 35നെ 30 + 5 എന്നും എഴുതാം. അങ്ങനെ 505നെയും 35നെയും നമ്മൾ രണ്ട് സംഖ്യകളുടെ തുകകളായിട്ട് എഴുതുകയാണ് ചെയ്തത്. ഇനി ആ ഐഡന്റിറ്റി യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പം പഠിച്ച ഈ എക്സ്പ്രഷൻ്റെ സഹായത്തോടെ ചെയ്ത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം 500നെയും 30നെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം 500നോട് 5ഉം 30യോട് 5ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ 5ൻ്റെ സ്ക്വയർ 25. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു. താങ്ക് യു.